അപ്പം നിങ്ങൾക്ക് തിരുവനന്തപുരം സിറ്റിക്ക് അടുത്തായിട്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ലക്ഷറി വില്ലയാണ് നോക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഈ വില്ല പർച്ചേസ് ചെയ്യാവുന്നതാണ്. 6 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആണ് ഇതിനകത്ത് വരുന്നത്. നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് പേരൂർക്കട വഴയിലെ കരകുളം മുല്ലശ്ശേരിക്കടുത്താണ്. ഇവിടെ നമ്മളൊരു അടിപൊളി ഒരു വില്ല പ്രോജക്റ്റാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. ഒരു 6 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിലായി നമുക്ക് ഒരു ലക്ഷറി വില്ല, അതാണ് നമുക്കിന്ന് സെയിലിനുള്ളത്. വിശേഷങ്ങളിലേക്ക് പോകാം. ദേ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ വില്ലയാണ് നമുക്കിന്ന് സെയിലിനുള്ളത്. 6 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ദേ നമുക്ക് കയറി വരുമ്പം തന്നെ നമുക്കൊരു വിശാലമായൊരു നല്ലൊരു കാർ പോർച്ചാണുള്ളത്. കണ്ടില്ലേ, എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് പാർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആക്സസിബിലിറ്റിയാണ് ഇതിനകത്തുള്ളത്. അതായത് കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ ഒരു കാറും കൂടി നമുക്ക് ഈ സൈഡിൽ 1-2 കാർ കൂടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ കണ്ടില്ലേ, മുറ്റം മുഴുവൻ ഇന്റർലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കയറുമ്പോൾ തന്നെ നമുക്കൊരു നല്ല വിശാലമായൊരു സിറ്റ് ഔട്ടാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു ലിവിങ് സ്പേസ്. ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം കൂടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നമ്മുടെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന എല്ലാ ഫർണിച്ചറോടും ഉൾപ്പെടെയാണ് നമുക്കിത് വീട് സെയിലിട്ടിട്ടുള്ളത്. ഒരു സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി പോകുന്നത്, നമ്മുടെ നേരെ വരുന്നതെന്ന് വെച്ചാൽ ഡൈനിങ്ങിലേക്കാണ് വരുന്നത് കേട്ടോ. ഡൈനിങ്, വിശാലമായൊരു ഡൈനിങ് ഏരിയ ആണ്. ഈ കാണുന്ന ഡൈനിങ് ടേബിൾ, ചെയർ, അതുപോലെ സെറ്റി, ദിവാങ്കോട്ട്, ഇതെല്ലാം കൂടിയാണ് നമുക്ക് സെയിലിട്ടേക്കുന്നത്. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് റിനോവേഷൻ വർക്ക് കഴിഞ്ഞൊരു വില്ലയും കൂടിയാണ്. നമുക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് കേട്ടോ. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന 2 കട്ടില്, ഈ കട്ടിലും അതുപോലെ തന്നെ ഈ കട്ടില്, അലമാര, ഇതെല്ലാം നമുക്ക് സെയിലിനുള്ളതാണേ. ഇതിന്റെ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ബെഡ്റൂമിന്റെ ബാത്റൂമാണ്. നമുക്ക് ഡ്രസ്സിംഗ് റൂമും ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബാത്റൂംസ് നല്ല സ്പേസ് ആയിട്ടുള്ള നല്ല ബാത്റൂംസ് ആണ് കേട്ടോ. താഴത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമാണ് ഈ നമ്മൾ കാണുന്ന ബെഡ്റൂം. അതുപോലെ ഈ കാണുന്ന ഫർണിച്ചറും ഇതെല്ലാം ഇതിൽ സെയിലുള്ളതാണ്. AC എല്ലാം ഇതിനകത്തുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ആയിട്ട് നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ ഇതാണ് അതിൽ വരുന്ന നമ്മുടെ ബാത്റൂം കേട്ടോ. വിശാലമായ ബാത്റൂമാണ് ഉള്ളത്. അതുപോലെ തന്നെ നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. നമ്മൾ ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു കിച്ചണാണ് കാണുന്നത്. കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു വർഷത്തിനകത്താണ് ഇതെല്ലാം കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഓണർ വിദേശത്തായതുകൊണ്ട് നമുക്ക് 1 മാസം ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. കംപ്ലീറ്റ് ധാരാളം സ്പേസ് ഉണ്ട്. അതുപോലെ സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയും ധാരാളം സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇതിന്റെ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. വർക്ക് ഏരിയയിൽ ധാരാളമായ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ്, ഇവിടെയും ഒരുപാട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസും മറ്റു ഒക്കെ നമുക്ക് ഇവിടെ തന്നെ വെക്കാനുള്ള എല്ലാ ഫെസിലിറ്റികളും നമുക്കുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ആക്സസിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോകുമ്പോഴേ അവിടെ 2 ബെഡ്റൂമാണ് നമുക്ക് കാണാനുള്ളത്. ഈ കാണുന്നതെല്ലാം തടിയാണ് കേട്ടോ. ഇത് കംപ്ലീറ്റും പ്ലാവിൻ തടിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലെല്ലാം അതിലേക്കാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ലൈറ്റിങ്ങും അതുപോലെ തന്നെ എല്ലാ ഡെക്കറേഷൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മുകളിൽ നിലയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ല സ്പേസ് ആയിട്ടുള്ള ലിവിങ് സ്പേസും മുകളിലത്തെ 2nd ഫ്ലോറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം കൊടുക്കാനുള്ളതാണേ. ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. അത് നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഇതിലും ഫുള്ള് ഫർണിച്ചർ ഉൾപ്പെടെയാണേ. വിശാലമായൊരു ബാത്റൂമാണ്. ഒരു ബെഡ്റൂമിനെക്കാളും സൈസ് ആയിട്ടുള്ള ബാത്റൂമാണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മുകളിലത്തെ നിലയിൽ കയറുമ്പോഴത്തേക്ക് എല്ലാ റൂംസുകളിലും അതുപോലെ തന്നെ ഹാളിൽ നിന്നൊക്കെ എല്ലാം സിറ്റ് ഔട്ടുകളുണ്ട് കേട്ടോ. അതാ കണ്ടോ, നമുക്ക് ഈ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത്രയും വിശാലമായൊരു വ്യൂ കിട്ടുന്ന തരത്തിലേക്കാണ് ഈ സിറ്റ് ഔട്ടുകൾ പണിഞ്ഞിട്ടുള്ളത്. അതുപോലെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ നമുക്ക് വേറെ മഴയോ അങ്ങനെയുള്ള ഏത് ക്ലൈമറ്റിലും നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്നത് നമ്മുടെ മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതാണോ, വിശാലമായൊരു ബെഡ്റൂമാണ്. അവിടെയും അലമാരയും അതുപോലെ തന്നെ കട്ടിലും എല്ലാം നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം തേക്കും തടിയിലെ ഫർണിച്ചറാണ് കേട്ടോ, കംപ്ലീറ്റ് തേക്കും തടിയിലാണ്. അവർ നേരിട്ട് ഇവിടെ വെച്ച് ലേബറെ വെച്ച് പണിതെടുത്ത തടികളാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫർണിച്ചർ. ഇവിടെയും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ട്, അതുപോലെ വിശാലമായൊരു ബാത്റൂം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു സിറ്റ് ഔട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ അയൺ ചെയ്തിടാനൊക്കെ ആയിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു സ്പേസാണ് മുകളിലത്തെ നിലയിലും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മുകളിലത്തെ നിലയിൽ തന്നെയാണ് നമുക്കൊരു നല്ലൊരു പൂജാ റൂമും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൂജാ റൂമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ലൈബ്രറി ആയിട്ടൊക്കെ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വില്ലയിൽ ധാരാളം കോമൺ അമെനിറ്റീസ് എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കോൺഫറൻസ് ഹാൾ ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതുപോലെ 50ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ കാർ പാർക്കിംഗ് കോമൺ അമെനിറ്റീസ് ആയിട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ശുദ്ധമായ ഒരു വാട്ടർ സോഴ്സ്, ഇത് ഡെയിലി റീസൈക്ലിംഗ് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ടോ, ഡെയിലി റീസൈക്ലിംഗ് ചെയ്യുന്ന സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് ഈ വില്ല പർച്ചേസ് ചെയ്യാൻ താല്പര്യമൊന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബേസ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചു വീട്ടിൽ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.